തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒരു നെറികെട്ട പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പാളയത്ത് പാവപ്പെട്ട കുറെ മനുഷ്യർ അവരുടെ അന്നത്തിന് വേണ്ടി നടത്തിയിരുന്ന തട്ടുകടകൾ പൊളിച്ചു നീക്കി. വാവ്, ഗംഭീര ഭരണം, മേയർ സൂപ്പർ തന്നെ എന്നൊക്കെ വാഴ്ത്തുപാട്ട് പാടാൻ കുറെ സവർണ സംഖ്യകൾ ഉണ്ടാകും. കാര്യം അവർക്കാണല്ലോ ഈ പാവപ്പെട്ടവൻ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി വലിയ വാടക കൊടുത്തൊരു കട എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഏതെങ്കിലും വഴിവക്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അവർക്ക് രാത്രി കാലങ്ങളിൽ മിതമായ നിരക്കിൽ ഭക്ഷണം കിട്ടാൻ വേണ്ടിയുള്ള തട്ടുകടകൾ ആരംഭിക്കുന്നത്. അല്ലാതെ സമ്പന്നൻ ഇത് ചെയ്യില്ലല്ലോ. അപ്പോ പ്രദേശത്തുള്ള കുറെ സംഘികളായിട്ടുള്ളവർ ഹോട്ടൽ നടത്തുന്നുണ്ട്. അവരുടെ കച്ചവടങ്ങളെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സവർണ ഭരണകൂടത്തിലുള്ളവർക്ക് ഈ പാവങ്ങൾ നടത്തുന്ന തട്ടുകടകൾ എന്ന് പറഞ്ഞാൽ അത് അശ്ലീകരമായി തോന്നും, അല്ലെങ്കിൽ അതൊക്കെ നിയമവിരുദ്ധമായി തോന്നും. എന്നാൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ വീട്ടിലെ പട്ടിണി മാറ്റാൻ ഇവരെ കൊണ്ട് ശേഷിയുണ്ടോ? അതില്ല. എങ്ങനെയെങ്കിലും മനുഷ്യർ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇടത്താണ് ഈ തോന്നിവാസം. അധികാരം കിട്ടിയാൽ പോലീസും പട്ടാളവുമായിട്ടൊക്കെ വന്ന് വർഷങ്ങളായിട്ട് തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യരെ ഒഴിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ പാളയത്തെ യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിലുള്ള എല്ലാ വഴിയോര തട്ടുകടകളെയും ഇന്ന് ഒഴിപ്പിച്ചിരിക്കുകയാണ്. അവിടെ കുറെ പോലീസ് ഉണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനപ്രകാരമാണ് ഈ വഴിയോര കടകളെല്ലാം ഇപ്പോൾ ഒഴിപ്പിക്കുന്നത്. ഇത് ആരായിട്ട് ആള് ഇതിങ്ങനെ മറച്ച് കാര്യ ഇതുകൊണ്ട് എന്ത് നേടി? അത് ഞങ്ങളുടെ കുറച്ച് ആൾക്കാർക്ക് അവിടെ കച്ചവടം കുറഞ്ഞതിനെ കൂട്ടാൻ പറ്റുമെന്നാണ് കരുതുന്നത്. വഴിയോര കച്ചവടക്കാരെ അംഗീകരിച്ചിട്ടുള്ള നിയമങ്ങൾ ഈ നാട്ടിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ചിലർക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടാകില്ല. എന്നിരുന്നാലും ആ മനുഷ്യർക്ക് ജീവിക്കാൻ എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നല്ല, അവരുടെ ജീവിതം വഴിമുട്ടിക്കുക കൂടിയാണ് സവർണന്മാരുടെ പണിയെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യമാണ്. കാര്യം ഇത്തരം ചെറിയ തട്ടുകടകൾ നമ്മുടെ നഗരത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും കൂടുതൽ ചെയ്യുന്നത് സാധാരണക്കാരായിരിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരിച്ചവർക്കൊക്കെ ഇത് ചെയ്യാൻ ശേഷിയില്ലാഞ്ഞിട്ടല്ല, ചിലതൊക്കെ കണ്ണടച്ചു കൊടുത്തിരുന്നു എന്ന്. ആ മനുഷ്യരുടെ ജീവൽ പ്രശ്നമാണ്, ജീവിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷെ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറാൻ എളുപ്പമാണല്ലോ. അതുകൊണ്ട് സാധാരണക്കാരൻ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ചെറിയ സംവിധാനം നടത്തിയിരുന്നാൽ അതൊന്നും ഇവിടെ നടത്താൻ സമ്മതിക്കില്ല. നീയൊന്നും അങ്ങനെയൊന്നും ജീവിക്കണ്ട. ഇവിടത്തെ സമ്പന്നരായിട്ടുള്ള ഞങ്ങളുടെ സവർണ കുടുംബത്തിലുള്ളവർ നടത്തുന്ന ഹോട്ടലുകൾ നഷ്ടത്തിലോടുമ്പോൾ നിന്റെയൊക്കെ ഈ തെരുവ് കച്ചവടം ഞങ്ങൾ അനുവദിക്കുമോ? ഇതാണ് മനോഭാവം. ആ മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുറെ പേരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേകതരം ഭരണ മികവിനെ കുറിച്ച് പറയുന്നത്. നാട്ടുകാരായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമാണ്. പാവപ്പെട്ടവർക്കെല്ലാം സഹായം ചെയ്യാൻ വേണ്ടി വന്ന ഭരണസമിതിയാണ്. ആ പാവപ്പെട്ടവരുടെ തന്നെ കഞ്ഞികൂടി മുട്ടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടിട്ട് തലസ്ഥാനത്ത് താമസിക്കുന്ന കുറെ സവർണന്മാർക്ക് വലിയ സന്തോഷമുണ്ടാകും. കാര്യം അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ പിന്നോക്കാവസ്ഥയിലുള്ള മനുഷ്യർ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് കയറി വരണത് കണ്ടാൽ അവർക്കത് വല്ലാത്ത അസംതൃപ്തിയാണ്. അതുകൊണ്ടാണ് അതേ മനോഭാവമുള്ള രാജേഷ് തമ്പ്രാന് തെരുവോര കച്ചവടക്കാരെ കണ്ടപ്പോൾ വല്ലാത്ത ഈർഷ്യ തോന്നുകയും ഇന്ന് അവരുടെ വയറ്റത്തടിച്ചുകൊണ്ട് അതെല്ലാം നീക്കം ചെയ്തെന്തോ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ചെയ്തതിനു ശേഷം കുറച്ചുപേർ ഹീറോയിസ്റ്റിക് പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് കൈയടിക്കുന്നുണ്ടാകും. പക്ഷേ ചെയ്ത പ്രവൃത്തി കൊണ്ട് ചില കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളുണ്ട്, അവർ അനുഭവിക്കുന്ന ദുരിതമുണ്ട്.
ചെയ്തതിനൊക്കെയും ഇവിടെ നിന്ന് അനുഭവിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ദൈവങ്ങളടുത്ത് 4 നേരം പോയി കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണ സുരക്ഷിതനാണെന്ന് വിചാരിക്കുന്നിടത്ത് ഏതെങ്കിലുമൊക്കെ മനുഷ്യരുടെ ജീവിതങ്ങൾ ഇരുട്ടിലേക്ക് തള്ളിവിടുമ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു നോട്ടീസും കൊടുത്ത് ഇമാതിരി തോന്നിവാസം കാട്ടുമ്പോൾ ആ മനുഷ്യരുടെ കഞ്ഞിയിലാണ് മണ്ണ് വാരിയിട്ടിട്ടുള്ളത്. BJPയുടെ ഫണ്ട് വെട്ടിച്ച് കോടാനുകോടികൾ ഒപ്പിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് ആ മനുഷ്യരുടെ ജീവിതങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ കാട്ടുന്നതിനൊക്കെ ഒരു കാലത്ത് തന്മൂട്ടിൽ നിന്ന് സമ്മാനം മേടിക്കാൻ വേണ്ടിയൊക്കെ രാജേഷൊക്കെ തയ്യാറായിരുന്നോളൂ. അന്ന് കൈയടിച്ചവർ പോലും ഇല്ലാതെ ഒറ്റയ്ക്കിരുന്ന് അനുഭവിച്ച് തീർക്കേണ്ട അവസ്ഥ വന്നു ചേരും, ഒരു സംശയവും വേണ്ട.